ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 വരുന്ന വ്യാഴ സംക്രമത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം വേദ ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങളിലൊന്നാണ്. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമായിട്ടാണ് അറിയപ്പെടുന്നത്. വ്യാഴദൃഷ്ടി പതിക്കുന്നത് ഏറ്റവും പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത്. വ്യാഴദൃഷ്ടി പതിക്കുന്ന രാശികൾ വളരെയധികം സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും. അത് സന്തോഷവും സമ്പത്തുമൊക്കെ വർദ്ധിപ്പിക്കും. പിന്നെ വ്യാഴം സന്താനം, ദൈവാനുഗ്രഹം, സമ്പത്ത്, അറിവ് എന്നിവയുടെയൊക്കെ കാരകഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വർഷം വ്യാഴസംക്രമണം 2026 ജൂൺ 2 രാവിലെ 6:30 മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടും. ചന്ദ്രക്ഷേത്രമായ കർക്കിടകൻ രാശിയിൽ വ്യാഴം പ്രവേശിക്കുമ്പോൾ തന്നെ വ്യാഴത്തിൻ്റെ സ്വാധീനം പെട്ടെന്ന് വർദ്ധിക്കും. അതിനുള്ള പ്രധാന കാരണം കർക്കിടകം ഒരു ശുഭഗ്രഹത്തിൻ്റെ രാശി ആയതുകൊണ്ടും പിന്നെ വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതുകൊണ്ടുമാണ്. വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തൻ്റെ ഉച്ചഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നു. 2026 വ്യാഴസംക്രമം വളരെ പ്രധാനപ്പെട്ട ഫലങ്ങൾ നൽകുന്ന ഒരു സംക്രമണമായിരിക്കും. അത് നിങ്ങളുടെ രാശിയിൽ എങ്ങനെയുള്ള ഫലമാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ 3 നക്ഷത്രക്കാർക്ക് 2-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനുമായ വ്യാഴം അഷ്ടമഭാവത്തിൽ നിന്ന് ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. ഇവരുടെ സ്വന്തം രാശിയായ വൃശ്ചികൻ രാശിയിലേക്കും പിന്നെ 3ഉം 5ഉം ഭാവങ്ങളിലേക്കും ഉച്ചസ്ഥനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ധാരാളം ഗുണാനുഭവങ്ങളും ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹവും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വൃശ്ചികൻ രാശിക്കാർക്ക് വന്നു ചേരും. വിവിധ സ്രോതസ്സുകളിൽ നിന്നൊക്കെ ധനാഗമനം വന്നു ചേരും. വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടുന്നതാണ്. ധനധാന്യ വസ്ത്രാഭരണ ലാഭമൊക്കെ ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും ഇടവരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാകും. വിവാഹാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അനുകൂലമായ ബന്ധമൊക്കെ വന്നു ചേരുന്നതാണ്. പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരും. വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായിട്ടും ഇതുവരെ കുട്ടികളുണ്ടാകാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് ചികിത്സകൾ ഫലിക്കുകയും അതിനാൽ സന്താനഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കേണ്ടി വരും. സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകളും ഉണ്ടാകുന്നത് വഴി സന്തോഷിക്കാനൊക്കെ കഴിയും. അവർക്ക് ജോലി ലഭിക്കുന്നത് വഴിയും ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകുന്നത് വഴിയും സന്താനങ്ങളുടെ വിവാഹമൊക്കെ നടന്നു കിട്ടുന്നത് വഴിയും അങ്ങനെ പല വിധത്തിലുള്ള സന്തോഷ അനുഭവങ്ങളൊക്കെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും. തൻ്റെ വാക്കുകൾക്ക് മറ്റുള്ളവർ വലിയ വില കൽപ്പിക്കുന്നതാണ്. പേരും പ്രശസ്തിയും ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. ഇതുവരെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമൊക്കെ കാണാനാകും. ചികിത്സകളൊക്കെ ഫലിച്ചു തുടങ്ങും. എല്ലാ കാര്യത്തിലും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. ധൈര്യപൂർവ്വം കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും. ആത്മവിശ്വാസം വർദ്ധിച്ചു നിൽക്കും. ആശയവിനിമയ ശേഷി വർദ്ധിച്ചു തന്നെ നിൽക്കുന്നുണ്ട്. മാധ്യമരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അഭിഭാഷകർ, അധ്യാപകർ, വാക്കുകൾ കൊണ്ടൊക്കെ ഉപജീവനം നടത്തുന്നവർക്കും തിളങ്ങി നിൽക്കാനാകും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ ലഭിക്കും. അയൽക്കാരുമായിട്ടാണെങ്കിൽ നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും.
കലാ കായിക രംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ തന്നെ ഉണ്ടാകും. പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് ഇടവരും. ബുദ്ധിപൂർവം പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനും അവയൊക്കെ തന്നെ പ്രാവർത്തികമാക്കുവാനും ഇടവരും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ളവർക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. പുണ്യപ്രവർത്തികൾ ചെയ്യാൻ അവസരങ്ങളൊരുങ്ങും. അതിനായി പ്രത്യേക സമയം ചെലവഴിക്കുകയും ചെയ്യും. വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. പഠന ആവശ്യങ്ങൾക്കായിട്ടുള്ള ദൂരദേശ യാത്ര പ്രയോജനപ്രദമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് കാഴ്ചവെക്കാനാകും. മറ്റുള്ളവരുടെ വിഷമഘട്ടങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയും അതുവഴി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ലോട്ടറി സമ്മാനങ്ങൾ പോലുള്ളവ ഈ കാലഘട്ടത്തിൽ പരീക്ഷിക്കാവുന്നതാണ്. നിഗൂഢ ശാസ്ത്രങ്ങളിൽ പ്രത്യേക താൽപ്പര്യം ജനിക്കും. ആശയവിനിമയത്തിൽ പ്രത്യേക കഴിവ് തെളിയിക്കും. തൊഴിലധിഷ്ഠിതമായ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ വിജയമുണ്ടാകും. പൂർവജന്മപരമായി ചെയ്ത പുണ്യപ്രവർത്തികളുടെ ഫലം അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാലം തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും. സഹോദരീ സഹോദര ബന്ധം ദൃഢമാകും. ഇതുവരെ രമ്യതയിലില്ലാതിരുന്ന സഹോദരങ്ങൾ തമ്മിൽ രമ്യതയിലൊക്കെ ആവും. കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. വൃശ്ചികക്കൂറുകാർക്ക് ഈ വ്യാഴസംക്രമം ഇതുവരെ അനുഭവിച്ചു വന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ള നല്ല ഗുണാനുഭവങ്ങൾ തന്നെ ഇവർക്ക് അനുഭവിക്കാൻ കഴിയും. ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയിലുള്ള വ്യാഴസ്ഥിതി ഗ്രഹങ്ങളുടെ ഭാവബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദോഷഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണോ നിൽക്കുന്നത് എന്ന് നോക്കണം. അത് മനസ്സിലാക്കി വ്യാഴത്തിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുക. ഓരോരുത്തരുടെയും ജാതകാടിസ്ഥാനത്തിൽ പ്രതിവിധികളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും പൊതുവായ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുക, മഹാവിഷ്ണു പ്രീതി വരുത്തുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയാണെങ്കിൽ ജാതകവശാലുള്ള ചെറിയ തോതിലുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുകയും മുകളിൽ പറഞ്ഞ ശുഭഫലങ്ങൾ അനുഭവിക്കുവാനുമൊക്കെ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.